കരുണാകരൻ എപ്പോഴും രണ്ടും കൂടെ ചേർന്നാണ് കരുണാകരൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ സീരിയസ് ആകുമ്പോഴേക്കും നമുക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ചില വിമർശനങ്ങളൊക്കെ വന്നാൽ ആ വിമർശനം നമുക്ക് തന്നെ പേടിയൊന്ന വിധത്തിലാണ് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റും. സൗഹൃദമായിട്ടുള്ള ലൈൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞാണല്ലോ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേക ശൈലിയുണ്ട് പുള്ളിക്ക് വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള. പിന്നെ മിക്കവാറും ഉള്ള പ്രസംഗങ്ങളിലുള്ള പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈന എന്നൊരു നാടുണ്ട്, അവിടെ സോഷ്യലിസമാണ് എന്നൊക്കെ പണ്ട് പാടിയ സഹാക്കൾ പാടി നടന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കളിയാക്കിയാണ് മിക്ക പ്രസംഗങ്ങളിലും. പക്ഷേ ഇന്ന് ഇപ്പോൾ ആ സോവിയറ്റ് യൂണിയനും ആ ചൈനയൊക്കെ ഇന്ന് ഒരു എതിരാളികളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പ്രസംഗിക്കുന്നത്. അതുപോലെ എതിരാളികളെ കശക്കി എറിയാൻ കരുണാകരൻ അതിവിദഗ്ധനാണ്. അപ്പോഴും തന്നെ അതേസമയം ഗാന്ധിജി നെഹ്റു എന്നൊക്കെ പറയുമ്പോഴേക്ക് രംഗം മാറും. സ്വാതന്ത്ര്യ സമരമൊക്കെ പറയുമ്പോൾ അത് അങ്ങനെയാണ്. കരുണാകരൻ്റെ ഒരു എന്താ രാവും പകലും പോലെയാണ്, പെട്ടെന്നൊരു മാറുന്നത്. പിന്നെ ചില കരുണാകരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണ്ടിട്ടുള്ള, എവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെ കണ്ട എല്ലാവരോടും സ്നേഹഭാവം കാണിക്കും, കണ്ണിറുക്കിയും. ഈ പേര് പലരെയും അറിയുന്നൊരു കണ്ണൊക്കെ ഇറക്കുക, അവർ തട്ടൊക്കെ തട്ടി അങ്ങനെ അങ്ങ് പോകുന്നതാണ്. അത് അങ്ങനെ മുഖ്യമന്ത്രി ആയപ്പോഴും അത് തന്നെയാണ്. പഴയ ലീഡർ പ്രതിപക്ഷ നേതാവായിരുമ്പോൾ അത് തന്നെയാണ്. മാധവിക്കുട്ടിയുടെ പുസ്തകം വളരെ രസമാണ്. മാധവിക്കുട്ടി അവർക്ക് തന്നെ ഇതിൻ്റെ എന്താണെന്നുള്ള ഒരു പിടിയില്ലാത്ത വിധത്തിൽ പ്രസംഗിക്കില്ല. കാരണം MP ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യും. അപ്പോൾ കൂടെ ഉദയഭാനു ഉണ്ട്, നമ്മളെ മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്ന ഉദയഭാനു സാറ്, പഴയ കോൺഗ്രസ് നേതാവും പിന്നെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാവൊക്കെ ആയിരുന്നു ഉദയഭാനു സാറുണ്ട്. സാറ് മിക്കവാറുള്ള പ്രസംഗങ്ങളിലൊക്കെ സാറും കൂടെ കാണും. അപ്പോൾ സാറ് ആദ്യം ഇത് ആദ്യ ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഇവർ പറയും ഇന്നയൊക്കെ ചെയ്യുമെന്നൊക്കെ, ഞാൻ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് കഴിയില്ലെന്നൊരു തോന്നൽ. സാറങ്ങോട്ട് പറഞ്ഞു, ഇവർ MP ആയാൽ ലോകത്തെ ഏത് ഭരണാധികാരിയും കത്തെഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ലോകത്ത് നടക്കുന്ന സംഭവങ്ങളും ഒക്കെ കത്ത് വഴി അറിയാം. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഉദയഭാനു സാറും കൂടെ ആയിരിക്കും ആദ്യം ഇൻട്രഡക്ഷൻ നടത്തുന്നത്. പിന്നെ അത് ചുവട് പിടിച്ചിട്ടായിരിക്കും മാധവിക്കുട്ടി പ്രസംഗിക്കുന്നത്. അതൊരു പ്രത്യേകതരം പ്രസംഗമാണ്. വളരെ കുറച്ചേ പ്രസംഗിക്കുള്ളൂ, അധികാലം നീട്ടില്ല. നിങ്ങളെല്ലാം വോട്ട് ചെയ്യണം, ജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് മിക്ക മീറ്റിങ്ങുകൾ കഴിഞ്ഞ് വരുമ്പോഴും മാധവിക്കുട്ടി പറയും, ഞാൻ ജയിക്കുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ജയിക്കുമ്പോൾ നിങ്ങളെ കാണാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. പണ്ട് എന്തെങ്കിലും പുറത്തറിയണമെങ്കിൽ പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് റേഡിയോ ആണ്, റേഡിയോ. അപ്പോൾ ഈ പത്രങ്ങളെന്ന് പറഞ്ഞാൽ പത്രങ്ങളിൽ വരണ വാർത്തകൾക്കാണ്. അന്നും ഈ പത്രങ്ങളിൽ തന്നെ ഉള്ള എല്ലായിടത്തും ഇല്ല എഡിഷന്. മാതൃഭൂമിക്കുള്ള എഡിഷനൊക്കെ 80-ന് ശേഷമല്ലേ ഇവിടെ മാതൃഭൂമി വന്നത്. അതുപോലെ കേരളകൗമുദി മാത്രമാണ് ഈ ട്രിവാൻഡ്രത്തുള്ളത്. അപ്പോൾ ഈ പത്രങ്ങളിലൊരു സാധനം വന്നു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് ശരിയാണെന്ന് ആളിലങ്ങ് വിശ്വസിക്കും. ഓരോ പത്രത്തിൻ്റെയും സ്വഭാവം അറിയാം, അതിലങ്ങ് അടിയുറച്ച് നിൽക്കും ആളുകൾ. അപ്പം അന്ന് ഈ പത്രങ്ങളിലൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇതാണ് ശരി എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് അത്ര ഇതായിട്ടും എനിക്ക് തോന്നുന്നില്ല. പത്രങ്ങളിൽ വരുമ്പോൾ പത്രങ്ങൾ കൂടിപ്പോയോണ്ടായിരിക്കും, ചിലപ്പോൾ പല എഡിഷനുള്ളത് കൊണ്ടായിരിക്കും. പിന്നെ റേഡിയോ, അന്ന് വേറൊരു ഏറ്റവും വലിയ രസം, ഈ രാഷ്ട്രീയക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന പത്രങ്ങളെ പോലെ തന്നെ സ്വാധീനിച്ച റേഡിയോ ആണ്. റേഡിയോയിലെ വാർത്ത, രാവിലെ ഒരു വാർത്തയുണ്ട്, ഉച്ചയ്ക്കൊരു വാർത്തയുണ്ട്, വൈകിട്ടൊരു വാർത്തയുണ്ട്. ഈ വാർത്ത നമ്മുടെ നേതാക്കന്മാർ പോകുന്ന അന്ന് മിക്കവാറും ട്രാൻസ്പോർട്ടിലാണ് നേതാക്കന്മാർ യാത്ര ചെയ്യുന്നത്. നിയമസഭ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പുറത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും. അത് MLA-മാരാണ്, പുറത്തങ്ങ് വടക്കോട്ട് പോകുന്ന MLA-മാരുടെ കൂട്ടമാണ്. അവർക്ക് വേണ്ടി ഒരു വണ്ടി വരും, അത് അവർക്ക് റിസർവ് ചെയ്ത വണ്ടിയാണ്, അവിടെ നിർത്തുള്ളൂ. ഫാസ്റ്റ് പാസഞ്ചറും ഡീലക്സും ഒക്കെ അവിടെ നിർത്തുള്ളൂ. ആ EMS-ൻ്റെ പ്രതിമയ്ക്കുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട്. അപ്പോൾ അവിടെ ഭയങ്കര അന്ന് വണ്ടികളിൽ കാറൊക്കെ ഉള്ള MLA-മാർ വളരെ കുറവാണ്. അപ്പോൾ ഈ മിക്കവാറും ഉള്ള ആളുകൾ ഈ മന്ത്രിമാർ പുറത്തോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഏതോ ഒരു മീറ്റിംഗ്, ഏതോ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, ഒരു ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ എന്തോ ഒരു സമയത്താണ് ഇവിടുന്നൊരു ടൂറ്, ഇവിടുന്ന് പത്രക്കാരെ കൊണ്ടുപോയി, ടൂറല്ല ഏതോ ഒരു, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. നോക്കുമ്പോൾ കാണാം വഴിയിലൊരു സ്റ്റേറ്റ് കാർ കിടക്കുന്നു, കൊടിയൊക്കെ വെച്ച കാർ കിടക്കുന്നു. അപ്പോൾ പത്രക്കാരെല്ലാവരും കൂടെ അവിടെ ഇറങ്ങി, കായംകുളത്തിനപ്പുറത്താണ് ഇറങ്ങി. എന്താണ് നോക്കിയപ്പോൾ സ്പീക്കറാണ് ഇതിനകത്തിരിക്കുന്നത്. നമ്മളെ എന്താണെന്ന് പറഞ്ഞാൽ വാർത്ത കേൾക്കാൻ കയറിയതാണ് വീട്ടിൽ. ഈ ഒരു വീട്ടിൽ റേഡിയോ ഉള്ള വീട് അന്വേഷിച്ച് നടന്നപ്പോൾ അവിടെ
ഈ ഒരു വീട്ടിൽ ഏരിയൽ കണ്ടു. മറ്റേ ഏരിയലാണല്ലോ, പണ്ട് ഏരിയൽ കെട്ടിയാണല്ലോ റേഡിയോക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ നിർത്താൻ പറഞ്ഞു. അല്ല പരിചയമൊന്നുമില്ല, അവിടെ കയറി ഇന്ന് വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഈ നിയമസഭയുടെ വാർത്തകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതുപോലെ പോണ വഴിക്ക് കാറിൽ പോകുന്ന ആളുകൾ, MLA മാരെല്ലാം എവിടെയെങ്കിലും ഇറങ്ങി വാർത്ത കേൾക്കും. വാർത്ത ഒന്ന് വലിയ പ്രധാനമാണ്, റേഡിയോ വാർത്ത, പിന്നെ പത്രം. പിന്നെ അത് കഴിഞ്ഞ് TV വന്നതോടുകൂടി ഈ പത്രങ്ങളെ പ്രാധാന്യത്തെക്കാട്ടിയും TV-ക്കായി. ഇപ്പം പിന്നെ TV ഒരുപാടായി, പിന്നെ സോഷ്യൽ മീഡിയ മൂന്നാമത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിഞ്ഞുകൂടാത്ത സ്ഥിതിയിലാണ് ജനം കഷ്ടപ്പെടുന്നത്. ഏത് പറയണതാണ് ശരി? TV ഒന്ന് പറയും, പത്രങ്ങൾ വേറൊന്ന് പറയും, പിന്നെ സോഷ്യൽ മീഡിയ വേറൊന്ന് പറയും. അത് തന്നെ പലതും പല വിധത്തിലാണ്. അപ്പോൾ ഏതാണ് ശരി എന്നുള്ള ഒരു ധാരണ ഇപ്പോഴും ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തിലേക്ക് ഒരുപാട് മൂല്യച്യുതികൾ വന്നിട്ടുണ്ട്. ആ മൂല്യച്യുതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചുകൊണ്ട് പണ്ടൊരു വലിയ ഒരു അപ്രമാദിത്വം ജനം കൊടുക്കുന്നതാണ്. ഇപ്പോൾ കാട്ടിലെ ആന, പിന്നെ സിംഹം, അതിന് ആരും കിരീടം വെച്ച് കൊടുക്കുകയല്ല. അത് സിംഹം ജനനാൽ തന്നെ സിംഹമായി മാറുകയാണ്. അത് ആന സിംഹത്തെ കാണുമ്പോഴേക്ക് അറിയാതെ ഇരുന്ന് പോകും. അതുപോലെ ഈ രാഷ്ട്രീയക്കാരെ മുമ്പിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായിട്ട് വരുന്നവർക്ക് ഒരു പ്രത്യേക ആജ്ഞാശക്തി ഉണ്ടെന്നും അവർ ശക്തന്മാരാണെന്നൊരു തോന്നൽ പണ്ടത്തെ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു ബഹുമാനം കൽപ്പിച്ചിരുന്നു. പിന്നെ രാഷ്ട്രീയക്കാരാണ് ഒരുപാട് പഠിക്കുകയും കൂടുതൽ ചിന്തിക്കുകയും ജനങ്ങളുടെ പല പ്രശ്നങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഇലക്ഷൻ വളരെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ പൊന്നറ ശ്രീധർ എന്ന് പറഞ്ഞ ഇവിടുത്തെ പഴയ മേയറും നിയമസഭാ അംഗമൊക്കെ ആയിരുന്നു. അദ്ദേഹം എന്തോ ഒരു ആദരവാണെന്നറിയാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ പോയി അടികൊണ്ട് പിന്നെ ഈ ഒരു വലിയ മഴക്കോട്ട് പോലെ ഒരു ഡ്രസ്സ് ഇട്ടേക്കും, അതിനകത്തൊരു ഇടിയല്ല് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം അത് വിശ്വസിച്ചില്ല, ഇടിയല്ലുണ്ടെന്ന്. ഇടിയല്ലും കുഴയുണ്ട് മുറുക്കാനടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നാട്ടിലിറങ്ങി എന്തോ ഒരു ആദരവാണെന്നറിയോ അന്ന് അദ്ദേഹത്തിന്. പൊന്നറ ശ്രീധറും പിന്നെ നേമം മണ്ഡലത്തിൽ ഇലക്ഷൻ നിന്നു. പൊന്നറ ശ്രീധറിൽ നിന്നും കെ വി ശ്രീധർ 3 പ്രാവശ്യം എന്തോ തോറ്റു. 3 പ്രാവശ്യം ജയിച്ചത് പൊന്നറ ശ്രീധറാണ്. അതേപോലെ അന്ന് പട്ടം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പട്ടം താണുള്ള വരണം എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര നാടിളകി മറിയുകയാണ്. നാട്ടിലെ എല്ലാ പ്രമാണിമാരും എല്ലാവരും രാഷ്ട്രീയത്തിൽ പട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്ത ആളുകളും ദൂരെ എന്തെങ്കിലും കാണാൻ നിൽക്കും. കുറച്ച് മാറിയിട്ടുണ്ട് വിശ്വാസത. കാരണം ഇത് ആര് പറയണതാണ് ശരി, ആര് പറയണത് തെറ്റെന്നൊരു സംശയം ഇപ്പം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഏത് ഭാഗത്താണ് ശരി, ഏതാണ് തെറ്റ്, ആ ഒരു അങ്ങനെ ഒരു സംശയം ഉണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ തള്ളിക്കളയാനും പറ്റില്ല. പണ്ട് ചില പത്രങ്ങളിൽ വാർത്ത വരികയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയില്ലല്ലോ, ഞാൻ അറിയില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പിന്നെയുള്ളത് റേഡിയോ ആണ്. റേഡിയോ ആണെങ്കിൽ ഗവൺമെൻറ് വാർത്തകളെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ സാധാരണപ്പെട്ടവന് വാർത്ത എത്തിക്കാനുള്ള ഒരു വേദിയായി സോഷ്യൽ മീഡിയ മാറി എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട്. ഒരു വാർത്തയും ഒളിച്ചു വയ്ക്കാൻ നോക്കില്ല, ഒന്നിലല്ലെങ്കിൽ വേറെ ഒന്നിൽ വരും അത്.